ഒരു വലിയ ചോദ്യമുണ്ട്. സിന്ദൂരം തൊട്ട് മുസ്ലിം യുവാക്കളെ കാക്കകളെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് കാക്കകളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ പെൺകുട്ടികളെ കൊത്തിക്കൊണ്ടുപോകാതിരിക്കാൻ കാക്കകളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിന്ദൂരം. ഓർക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും സിന്ദൂരപ്പൊട്ടികൾ. സിന്ദൂരപ്പൊട്ട് തൊട്ടുന്നതിൻ്റെ ശാസ്ത്രം ഒരു പാവം പെൺകുട്ടിയോട് വിശദീകരിച്ച സംഭവം എറണാകുളത്ത് നടന്നത് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ഏകദേശം 1 വർഷങ്ങൾക്ക് മുൻപ് അത് വളരെ വൈറലായ സംഭവമാണത്. കാക്ക കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ആക്രോശിച്ച് കുരച്ച് എന്ന് പറയുമ്പോൾ കൊടിച്ചുകളെന്ന് വിചാരിക്കരുത്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അപകടങ്ങളൊക്കെയാണല്ലോ ആയതുകൊണ്ട്. നിങ്ങൾക്ക് നാണമാവില്ല എന്ന് ഒറ്റ വാക്കുകൊണ്ട് അവിടെ കൂടിയിരുന്ന എല്ലാ കൊല സ്ത്രീകളെയും തകർത്ത് കളഞ്ഞ ആ പെൺകുട്ടി. മറന്നിട്ടില്ല കുട്ടിയുടെ മുഖം, മറക്കാനും കഴിയില്ല കേരളത്തിന്. നിങ്ങൾക്ക് നാണമില്ലേ? ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ, നിങ്ങൾക്ക് നാണമില്ലേ? BJPയുടെ വനിതാ വിങ്ങിനോട് ചോദിച്ച ചോദ്യമാണ്. ശരി, സിന്ദൂരം തൊട്ടാൽ കാക്കകൾ പിന്നെ തൊടില്ല, മുസ്ലിം കുട്ടികൾ പിന്നെ തൊടില്ല, പേടിയാണ്, സിന്ദൂരം അവർക്ക് പേടിയാണ്. മലപ്പുറത്ത് സിന്ദൂരം ഇല്ലല്ലോ, കടകളിൽ സിന്ദൂരം ഇല്ലല്ലോ, സിന്ദൂരം കണ്ട പേടിയാണ്. ഉച്ചാടനമൊക്കെ നടത്തുന്ന ആളുകൾ, മന്ത്രവാദികൾ ഭസ്മമൊക്കെ എറിഞ്ഞ പ്രേതം പോകും. അതിന് സിന്ദൂരം കണ്ടാൽ മുസ്ലിം ആൺകുട്ടികൾക്ക് പേടിയാണെന്നാണല്ലോ ശാസ്ത്രം. താമസിച്ച് സിന്ദൂരം തൊട്ടു, ആ പ്രശ്നം തീർന്നു. അപ്പോൾ കാക്കകൾ കൊണ്ടുപോകുന്നില്ല എന്നാണല്ലോ വെപ്പ്. ഓക്കെ, നല്ല കാര്യം. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കുക, ഇനിയുള്ളത് കാക്കകളല്ല, കാക്കകൾ കൊത്തിക്കൊണ്ടുപോയ കുട്ടികൾ. നിങ്ങൾ പറയുന്ന കുട്ടികൾ സിറിയയിലേക്കും പോയില്ല, ആഫ്രിക്കയിലേക്കും ഉഗാണ്ടയിലേക്കൊന്നും പോയില്ല. അല്ല, ഏറ്റവും കൂടുതൽ നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കിയൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇന്ന് മലപ്പുറത്തുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അവിടെയുള്ള ആ നാട്ടിലുള്ള എല്ലാവർക്കും ഓമനയായിട്ട് ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആ കുട്ടി അന്തസ്സോടുകൂടി, ആഭിജാത്യത്തോടു കൂടിയിട്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പൊ കാക്കകൾ കൊത്തിക്കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ട് ചാണകക്കുഴിയിൽ പൂഴ്ത്തിയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സിന്ദൂരം തൊട്ടിട്ട് കാര്യമില്ലെന്ന് ബോധിച്ചു കൊള്ളുക. കഴുകന്മാരുണ്ട് ഇപ്പുറത്ത്, കഴുകന്മാർ. സിന്ദൂരം തൊട്ടതുകൊണ്ട് കൊലസ്ത്രീകളുടെ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് സാരം. വലിയ സിന്ദൂരപ്പെട്ട്, അതിൻ്റെ മേലെ ചന്ദനം, അതിൻ്റെ മേലെ ഭസ്മം, അതിൻ്റെ മേലെ ഞാൻ കല്യാണിയാണ്, കല്യാണം കഴിച്ചവളാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വേറൊരു സിമ്പിള്, കുങ്കുമം. അതെല്ലാം വെച്ച് ശോഭിക്കുന്ന മുഖവുമായി നടന്ന ശോഭയുടെ കാര്യം ഓർക്കുന്നുണ്ടോ? സിന്ദൂരപ്പൊട്ടികൾ പകത്തുമല്ല പുറത്തുമല്ല. ശോഭാ സുരേന്ദ്രനെ പുറത്താക്കി, പ്രശ്നം തീർന്നു. അവരവരുടെ വേറെ ലാവണവും തേടി അവർക്ക് പോകാം. ഇത് അകത്തുമല്ല പുറത്തുമല്ല. പുറത്തേക്ക് ചവിട്ടി കൂട്ടിയിട്ടില്ല, അകത്ത് ചവിട്ടി കൂട്ടുന്നുണ്ട്. പുറത്തേക്ക് ചവിട്ടി പുറത്താക്കിയിട്ടില്ല, അകത്തിട്ട് ചവിട്ടുകയാണ്. വലിയ പീഡനമാണ്. ശോഭയുടെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാം. അവർക്ക് സെക്യുലറിസം, മതേതരത്വമൊന്നും ഇല്ല, അവർക്ക് അറിയില്ല അതിനെക്കുറിച്ച്. സിംപ്ലി ബോംബാസ്റ്റിക്, വാചാടോപം, അത്ര മാത്രമേ ഉള്ളൂ, അടിസ്ഥാനമൊന്നുമില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയാർച്ചയാണ് ഓക്കെ, ഝാൻസി റാണിയാണ് ഓക്കെ. നാട്ടുകാർക്ക് അവർ സിമ്പിൾ ലേഡി ജോക്കർ, അത്ര മാത്രമേ ഉള്ളൂ. എന്തിനേറെ RSSനെ കുറിച്ച് പോലും അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. RSSൻ്റെ ആദ്യകാല നേതാക്കന്മാരെ അവർ കണ്ടിട്ടുമില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഒരു ക്വാളിറ്റി കുറവോ ഒന്നും അറിയില്ല, ചരിത്രമേ അവർക്ക് അറിയില്ല. കാര്യമാത്ര പ്രസക്തത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സംസാരമാണ് അവിടെ. എങ്കിലും BJPക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, മനസ്സുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പലപ്പോഴും ശരീരം കൊണ്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവർത്തിച്ചു, അത്രമാത്രം. മനസ്സ് മറന്നും തനുസ് മറന്നും, അത്രേ അർത്ഥമുള്ളൂ. എന്നിട്ടും ഇപ്പോൾ
അവരെ ചവിട്ടിക്കുട്ടി മൂലക്കിട്ടിരിക്കുകയാണ്. പഞ്ഞിക്കിടുക എന്ന് പറയില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു തട്ടിക്കൊണ്ടുപോകലാണെന്ന് മനസ്സിലാക്കണം. അവരുടെ റെപ്യൂട്ടേഷൻ, അവരുടെ മാനം, അവരുടെ തേജസ്സിനെ വധിക്കുന്നു. അവരുടെ ഫെയിം ആൻഡ് നെയിം അതിനെ തട്ടിക്കൊണ്ടുപോകല്ലേ ചെയ്യുന്നത്, ഹൈജാക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. വാസ്തവത്തിൽ സിന്ദൂര പൊട്ടികളുടെ ആ നാവ് ഇപ്പം എവിടെ പോയി? ഇറങ്ങിപ്പോയോ? ചത്തുപോയോ? ചത്തുപോയിട്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന സമയം നാവ് ഇറങ്ങിപ്പോകും, അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയോ? സിന്ദൂര പൊട്ടികളുടെ നാക്ക് ഇറങ്ങിപ്പോയോ? അതോ സിന്ദൂരം തൊടാൻ കിട്ടാത്ത പ്രശ്നമുണ്ടോ? കാക്കകൾ പോയി, കഴുകന്മാർ വന്നു. കഴുകന്മാർക്ക് ഈ സിന്ദൂരം മതിയാവില്ല എന്നാണോ ഇനി ഞങ്ങളൊക്കെ ധരിച്ച് വെക്കേണ്ടത്? മുസ്ലിം പിള്ളേർ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ മാത്രമാണോ ഈ സിന്ദൂരപ്പൊട്ട്? ബാക്കിയുള്ളവർ തട്ടിക്കൊണ്ടുപോയാൽ പ്രശ്നമില്ല എന്നാണോ? ഹിന്ദുത്വവാദി കഴുകന്മാർ കൊത്തി കൊണ്ടുപോകാതിരിക്കാൻ ഇനി ഏത് തരത്തിലുള്ള പൊട്ടാണാവോ തൊടേണ്ടത്? അത് എവിടെയാണാവോ തൊടേണ്ടത്? അതുകൂടി ഒന്ന് പഠിപ്പിച്ചു തന്നാൽ നല്ലതാണ്. മറ്റുള്ള പെൺകുട്ടികൾക്ക് അനുവർത്തിക്കാമല്ലോ. അതിൻ്റെ സമയമായിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ള പാർട്ടിക്കാരുടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, കേരള കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗ് ഉണ്ട്. അവരൊരിക്കൽ പോലും അവരെ വീട്ടു ചരിത്രം എടുത്ത് വിളമ്പിയിട്ടില്ല, വ്യക്തി ചരിത്രം എടുത്ത് വിളമ്പിയിട്ടില്ല. വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ അതൊരു പാർട്ടിയുടെ നയപരിപാടിയായിരുന്നില്ല. BJP എന്ന സംസ്കാര നിറവുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് വ്യക്തികളുടെ വീടിനകത്ത് കയറി കാര്യങ്ങൾ അറിഞ്ഞ് ആ വിഴുപ്പെടുത്ത് ആഞ്ഞു വീശിയിട്ട് അലക്കുകയാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ. ഇതൊന്നും സിന്ദൂരപ്പൊട്ടികൾ കാണുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ സിന്ദൂരത്തിന് എന്ത് വിലയുണ്ട്? കാക്കകളെ പറഞ്ഞയച്ചു, ഡിക്ലെയർ ചെയ്തു. കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയല്ലേ. ഒരു സ്ത്രീ ഒറ്റക്കിട്ട് ചക്കിലിട്ട് വളഞ്ഞ് പിടിച്ച് ചക്കിലിട്ട് ആട്ടുന്ന പോലെ ആട്ടുന്ന നിങ്ങൾ കാണുന്നില്ലേ? സിന്ദൂരപ്പൊട്ടികളെ നിങ്ങൾ കാണുന്നില്ലേ? ആ സ്ത്രീ വിവാഹിതയാണ്, അവർക്ക് ഭർത്താവുണ്ട്. ഇപ്പോൾ പറയും ഡൈവോഴ്സാണ്. അതെന്തിനാണ് നാട്ടുകാരെ അറിയുന്നത്? നിങ്ങൾ എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നത്? അവർക്ക് മക്കളൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാര്യം അവരുടെ ഭർത്താവിനോട് ഒരുമിച്ചായിട്ടാണോ താമസിക്കുന്നത്, അല്ലാതെയാണോ താമസിക്കുന്നത്? ഇത് പാർട്ടി അറിയേണ്ട ആവശ്യം തിരിക്കുന്നു. ഇന്ന് പാർട്ടിയുടെ ആൾക്കാരല്ലേ പല വിധത്തിലും പല രൂപത്തിലും അവരെ ഇതൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്നത്. അവർ മാറി താമസിക്കുകയാണ്, ഡൈവോഴ്സായി. ഇതൊക്കെ വിളിച്ചു പറയുന്നത് ആരാണ്? BJPയുടെ മാനിഫെസ്റ്റോയിൽ എഴുതിയ കാര്യങ്ങളാണ് ഇതൊക്കെ. രാഷ്ട്രീയ പക പോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപവാദം പറഞ്ഞ് കുടുംബം കലക്കുക, അങ്ങനെയും ചെയ്യാം. ഇത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ച കാര്യമാണ് അത്. അവരുടെ അജണ്ടയിൽ എഴുതി വെച്ച കാര്യമാണ് ഇത്. ഇതൊക്കെയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, ഇത്രയും പബ്ലിക്കായിട്ട് ജീവിക്കുന്ന ശോഭാ സുരേന്ദ്രൻ അവരുടെ കഴിവുകളെ കുറിച്ച് അതെല്ലാവർക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബുദ്ധി എനിക്കുണ്ടാവണമെന്നില്ലല്ലോ. അവർ കഴിവുകൾ എന്തോ ആകട്ടെ, അവരെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് അവർ പബ്ലിക് ലൈഫ് നയിക്കുന്നവരാണ്, സമൂഹത്തിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നവരാണ്. അവർ വേറെ ആളിപ്പോൾ ഓടിപ്പോയി, എത്രയോ ചാടിപ്പോയി, ഓടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഒരാളെ വിവാഹം കഴിച്ചു, ഭർത്താവിനെ ഉപേക്ഷിച്ചു, കേരളയിൽ ആരും അറിയാതെ. അവരിന്ന് തൃശ്ശൂരുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തെളിവില്ല, പറയുന്നു എന്ന് മാത്രം. ഇതൊക്കെ ആർക്കും പറയാം, ഏറ്റുപിടിക്കാൻ പിന്നിൽ കുറെ കുരങ്ങന്മാരുണ്ടല്ലോ. അങ്ങനെ ആളുകളുടെ ആർക്കും എന്ത് അസത്യവും അതിനെ പറഞ്ഞ് സത്യമാക്കി തീർക്കാൻ. അങ്ങനെ സത്യമാക്കി തീർത്താലേ മതിയാവൂ. ഇപ്പോൾ ഇവർ ഓടിപ്പോയതിന്, വിവാഹം കഴിച്ചതിന് വല്ല രേഖകൾ പ്രദർശിപ്പിക്കാനാകുമോ? സാക്ഷികളെ പ്രദർശിപ്പിക്കാനാകുമോ? ഈ തേജോവധ പരിപാടി ആർക്കും എതിരെയുമാകാം. ഇതെവിടെ അവസാനിക്കുക? ഇനിയും സ്ത്രീകളുണ്ടല്ലോ ഇതിനകത്ത്. നേതാവിൻ്റെ സ്ഥാനം, നേതാവിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളുടെ സ്ഥിതി എന്തായിരിക്കും?
ഇന്നലെയാണ് പാലക്കാട് സിനി സേതുമാധവൻ, ആ കുട്ടിയുടെ സഹോദരിയുടെ ഭർത്താവാണ് അവിടുത്തെ BJP നേതാവ്, കഴിഞ്ഞ പ്രാവശ്യം MP ആയിട്ട് നിന്ന ഒരാൾ. ആ കേസ് ഇപ്പോൾ നടക്കുകയാണ്. പറ്റിച്ച് അവമാനിച്ച് അവർ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. നേതാക്കന്മാരുടെ ഭാവം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കുറേ പാവപ്പെട്ട സ്ത്രീകളില്ലേ, കൊല സ്ത്രീകൾ, നാമജപഘോഷയാത്ര നടത്തിയില്ല, റോട്ടിലിറങ്ങിയിട്ട് BJP തൊട്ടുകളിയാൽ അക്കളി തീക്കളി എന്നും പറഞ്ഞിട്ട്. അവരുടെയൊക്കെയും ഗതി എന്തായിരിക്കും? രാഷ്ട്രീയപരമാണ് ശോഭയുടെ ശത്രുതയെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു ഡിസ്മിസ് ചെയ്യട്ടെ. വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കാര്യങ്ങൾ എടുത്തു പൊക്കി അവഹേളിക്കുന്നത് ശരിയാണെന്ന് ആരെങ്കിലും പറയുമോ? ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് അത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ കേരളമാണിത്. ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എടുത്തിട്ട് അലക്കുക ഒരു സ്ത്രീയെ ആലോചിച്ച് നോക്കണം. പുറകിൽ നിൽക്കുന്ന കുറെ ഗജഗംഭീരന്മാരാണ്, കൊമ്പന്മാർ. ഇവിടെ നാളെ എന്തെങ്കിലും നാക്കുകൊണ്ട് ഒരു സ്ലിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെയും ഗതി തന്നെയായിരിക്കും. ചിന്തിക്കുക. ആയതിനാൽ BJP കുലസ്ത്രീകൾ ഇവിടെ ഒത്തു നിൽക്കണമായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൺതിരി, സിന്ദൂരപ്പെട്ടുകാരി ഇവിടെ എന്തുകൊണ്ടാണ് ഉദയം ചെയ്യാത്തത്? അന്ന് സിന്ദൂരപ്പൊട്ടികൾ കാക്കകൾക്കെതിരെ, മുസ്ലിം പിള്ളേർക്കെതിരെ കൂക്കി വിളിച്ചില്ലേ, ജാഥ നടത്തിയില്ലേ? ഇനി എന്തെങ്കിലും നിങ്ങൾ BJP-യിൽ നിന്ന് അകന്നാൽ ഓർക്കുക, നിങ്ങളുടെ ഗതിയും ഇതേപോലെ തന്നെയാണ് വരിക. അവർ പറയും നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു, നിങ്ങളിപ്പോൾ വേറൊരാളെ കിടന്ന് നടക്കുകയാണ്, തിരുവനന്തപുരത്ത് തമ്പാനൂർ വെച്ച് കണ്ടു, ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടു നോക്കി പറയാനൊരു പഠിക്കില്ല. അതിനാൽ നിങ്ങളിപ്പോൾ പറയേണ്ടത് സിന്ദൂരം തൊട്ടുകൊണ്ട് തന്നെ ചെന്ന് പറയണം, സമ്മതിക്കില്ല ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. BJP വേറെ, സംഘപരിവാർ വേറെ, അവരുടെ തത്വദീക്ഷ വേറെ. പക്ഷേ സ്ത്രീകളെ അപമാനിക്കുന്ന, ചവിട്ടി താഴ്ത്തുന്ന, ചവിട്ടി അരയ്ക്കുന്ന പ്രവണത അത് തുടരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി ഞങ്ങൾ BJP-യിലില്ല എന്ന് പറയണം. അന്ന് BJP-യിലെ വനിതാ വിഭാഗത്തിൻ്റെ ഒരു വനിതാ സംഘപരിവാറിൻ്റെ ഒരു വനിതാ വിഭാഗത്തിൻ്റെ ആളുകൾ ആ ഒറ്റ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന് കാണിച്ച ആക്രോശം, വികാര വിക്ഷോഭം, അതെന്താ ഇപ്പം കാണിക്കാത്തത്? ശോഭയുടെ കാര്യത്തിൽ എന്താ കാണിക്കാത്തത്? അവര് സിന്ദൂരം തൊട്ട സ്ത്രീയല്ലേ? BJPക്ക് ശോഭാ സുരേന്ദ്രൻ BJPക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്തു എന്നിരിക്കട്ടെ, അതിനാൽ സസ്പെൻഡ് ചെയ്തു എന്നിരിക്കട്ടെ, അത് പാർട്ടിയുടെ കാര്യമാണ്. ഡിസ്മിസ് ചെയ്തു എന്നിരിക്കട്ടെ, അത് പാർട്ടിയുടെ കാര്യമാണ്. അതൊക്കെ രാഷ്ട്രീയമാണ്. ഓക്കെ. പക്ഷേ ശോഭ ഭർത്താവുമായിട്ട് പിണങ്ങിയിരിക്കടേ, ഇത് രാഷ്ട്രീയമാണ്. ഭർത്താവുമായിട്ട് പിണങ്ങി ഓരോരാളുടെ പൊടി നടക്കണേ എന്ന് പറഞ്ഞ പരത്തിൽ രാഷ്ട്രീയമാണോ? ഒരാളെ വിവാഹം കഴിച്ചു, ഇങ്ങനെ പരസ്യമായിട്ട് സമൂഹത്തോട് പറയുന്നത്, അവഹേളിക്കുന്നത്, തേജോവധം ചെയ്യുന്നത് എന്തോന്ന് രാഷ്ട്രീയമാണ്? എന്തോന്ന് രാഷ്ട്രീയമാണ്? ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള രാഷ്ട്രീയത്തിനെതിരെ ഏതെങ്കിലും പെൺതരി, ഏതെങ്കിലും സിന്ദൂരപ്പൊട്ടി, ജാൻസി റാണി എന്തെങ്കിലും പറഞ്ഞോ? മനസ്സിലാക്കണം. രാഷ്ട്രീയം വേറെ, സ്വകാര്യം വേറെ, ജീവിതം വേറെ. ഈ ഒരു ദുർഗതി ഇനി മറ്റുള്ള പെണ്ണാൾക്കുണ്ടാവില്ലേ? ഉത്തരേന്ത്യയിൽ ഏതാണ്ട് ആയി കഴിഞ്ഞു. പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല, പകല് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല, പകല് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. കുന്തം കയറ്റും, കുടച്ചക്രം കയറ്റും, ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് എടുക്കും. ഇത് കഴിഞ്ഞ് കണ്ണുകുത്തി പൊട്ടിക്കും, നാവ് വെട്ടിമുറിക്കും, ചുട്ടുകൊല്ലും. ഇതൊക്കെയല്ലേ അവിടെ നടക്കുന്നത്. ബലാത്സംഗം അതൊരു സാധാരണ സംഭവം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ. ബലാത്സംഗം നടത്തി വെട്ടിമുറിച്ച് ചുട്ടുകളയുന്നതാണ് ഇപ്പോൾ അവിടുത്തെ പുതിയ ശൈലി. ഈ ഒരു ഗതിയുടെ ലാഞ്ചന, ഉത്തരേന്ത്യൻ സ്റ്റൈലിൻ്റെ ലാഞ്ചനയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശോഭയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, പാലക്കാട് സിനി സേതുമാധവനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. BJP-യിൽ സ്ത്രീകൾ വന്നോട്ടെ, അതിന് പ്രമാണമുണ്ട്. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയും. മുണ്ടിപ്പോകരുത്. നമ്മുടെ കൊമേഡിയൻ പറഞ്ഞ പോലെ, പപ്പു പറഞ്ഞ പോലെ, മിണ്ടാതെ
ഉരിയാടാതെ ഒരു മൂലയ്ക്ക് ഇരുന്നുകൊള്ളുക. വീടിൻ്റെ പുറകിൽ അടുക്കളയിൽ, അതാണ് നിങ്ങളുടെ സ്ഥാനം. എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. തല താഴ്ത്തിയത് പ്രവചിച്ചോളം വേണമെങ്കിൽ ബാല്യക്കാർക്ക് വീടിൻ്റെ മുമ്പിൽ സ്ഥാനമില്ലല്ലോ, പിന്നിലല്ലേ സ്ഥാനം. മുമ്പിൽ കാരണവന്മാർക്ക്, ആണുങ്ങൾക്ക്, ആണത്തമുള്ളവർക്ക് മാത്രം. മനസ്സുകൊണ്ട് കിടന്ന് അധ്വാനിച്ചു കൊള്ളുക. കഴിയുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശരീരം കൊണ്ടും അധ്വാനിക്കുക. തമ്പ്രാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന അടിമ പെണ്ണുങ്ങളുടെ പോലെ അടിയാളർ പെണ്ണുങ്ങളുണ്ട്. അതുപോലെ എന്തിനാ നിങ്ങളിനി അവിടെ നിൽക്കുന്നത്, BJP നിൽക്കുന്നത്? കേരളത്തിലെ പെണ്ണുങ്ങളോടുള്ള ചോദ്യമാണത്. പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ പെൺകുട്ടികളോടുമല്ല, എല്ലാ സ്ത്രീകളോടുമല്ല. നവോത്ഥാനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടെ ഭൂരിഭാഗം സ്ത്രീകളും. ഈ ചോദ്യം സിന്ദൂരപ്പൊട്ട് തൊട്ട് നടക്കുന്ന കാക്കകളെ ഓടിക്കാൻ നടക്കുന്ന സിന്ദൂരപ്പൊട്ടികളോടാണ്. എന്തിനാ ഇനി ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? തമ്പ്രാക്കന്മാരുടെ കാലത്ത് പോലെ അടിമപ്പെണ്ണുങ്ങളായിട്ട് അടിയാളരായിട്ട് എന്തിനാ ഇതിൻ്റെ ഒരു പുറയിൽ എന്ത് തണ്ടിയോക്കനെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറയിൽ കിടന്ന് നടക്കുന്നത്? ഇതാണ് ചോദ്യം, സിന്ദൂരപ്പൊട്ടികളോടുള്ള ചോദ്യം. ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ, കാരണം ഉത്തരം തരാൻ നിങ്ങൾക്ക് കഴിയില്ല. ഏതായാലും കാക്കകളെ ഓടിച്ചു, ഇനി സൂക്ഷിക്കേണ്ട കഴുകന്മാരെയാണ്. കാക്കകളെ നിങ്ങൾ ഓടിച്ചല്ലോ, സിന്ദൂരം തൊട്ടുകൊണ്ട് ഓടിച്ചല്ലോ. ഇനിയിപ്പോൾ എന്തു തൊട്ടുകൊണ്ടാണ്, എവിടെ തൊട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ കഴുകന്മാരെ ഓടിക്കാൻ പോണത്? പറഞ്ഞാട്ടെ, പറയാനാവില്ല, അറിയാം. നമസ്കാരം.